ഹലോ, എങ്ങനെയുണ്ട് ഇത്? അടിപൊളിയല്ലേ കാണാനും കഴിക്കാനും നല്ല സൂപ്പറാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഫില്ലിംഗ് ആയിരിക്കും, നമുക്കും അതേ നല്ല ഫില്ലിംഗ് ആയിരിക്കും. നമുക്ക് ആർക്കും വേണ്ടാതെ പാവം ഇത് കളയണോ അതേ ഫ്രിഡ്ജിൽ വെക്കണോ എന്നുള്ള കൺഫ്യൂഷനിൽ ബാക്കി വന്നിരിക്കുന്ന രണ്ടേ രണ്ട് ചിക്കൻ പീസസ് കൊണ്ടാണ് നമ്മൾ 4 ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. പാവം ദാ ഇവരാണ് കക്ഷികൾ. ഇവരെ ഞാൻ ഈ ഗ്രേവിയോട് കൂടി തന്നെ ചിക്കി ചിക്കി കൊച്ചു പീസാക്കി മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ മുട്ട ഒന്ന് ചിക്കാൻ പോവുകയാണ്. ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചിക്കിയെടുക്കുക. എന്നിട്ട് ഈ മുട്ടയിലേക്ക് ചിക്കൻ കൊച്ചു കഷ്ണങ്ങളാക്കി വെച്ചിരുന്നില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ സാൻഡ്വിച്ചിൽ വെക്കാൻ പറ്റിയ അതൊക്കെ അതേ പാനിൽ തന്നെ ഇട്ടിട്ട്, നേരത്തെ ചിക്കൻ ഞാൻ മാറ്റി കേട്ടോ, അതേ പാനിലേക്ക് ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഒരു റോ ടേസ്റ്റ് മാറാൻ എന്തൊക്കെ മസാല വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അതായത് ഞാൻ ഇട്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, അതൊക്കെയാണ്. അതും കൂടി ഇട്ട് ചിക്കിയതിന് ശേഷം നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എഗ്ഗ് ഇങ്ങോട്ട് തട്ടി അങ്ങോട്ട് ഇളക്കുക. ഇനി ഒരു ചപ്പാത്തി എടുക്കുക, ഇങ്ങനെ മടക്കി ഇതിനെ 2 പോക്കറ്റ് ഉണ്ടാക്കി എടുക്കുക. ആദ്യത്തെ പോക്കറ്റിൽ കുറച്ച് സവാള, നമ്മുടെ മസാലക്കൂട്ട്, ഒരു മേമ്പൊടിക്ക് മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ലെറ്റൂസ് വയ്ക്കുക. അടുത്ത പോക്കറ്റിൽ നമ്മൾ വയ്ക്കാൻ പോകുന്നത് ഒന്ന് മയപ്പെടണ്ടേ, കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് സ്പൈസപ്പ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇത്രയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പോക്കറ്റിലാണ് അത് ഒഴിക്കാൻ പോകുന്നത്. എൻ്റെ മക്കളെ, ഇത് കാണാനും കിടുക്കാച്ചിയാണ്. നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളും വേസ്റ്റ് ആവില്ല, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ. ബൈ, അത്രയേ ഉള്ളൂ.